ഹലോ, എല്ലാവരും വേഗം വാ, നമുക്കിന്നൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. അപ്പൊ കുറെ നാളായിട്ടോ ഈ ഒരു ബോട്ടിൽ വെള്ളം അടിച്ചു വെച്ചിട്ട് ഇന്ന് നമുക്ക് ഇതിന്റെ ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പൊ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആദ്യം നമുക്കിതാ ഈ ബോട്ടിലിന്റെ സെന്ററിലായിട്ട് ചെറിയൊരു റൗണ്ട് കണ്ടോ, അതിലേക്ക് ലൈറ്റ് കളർ ബ്ലൂ അടിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ബോട്ടിൽ ആർട്ട് മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇപ്പോഴാണ് ഒന്ന് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ സിൽവർ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആണ് കേട്ടോ. ഇതിൽ നിന്നൊരു 4 സർക്കിൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ സർക്കിളിൽ നിന്ന് ഫ്ലവർ കട്ട് ചെയ്യാൻ പോവാം കേട്ടോ. അതിനായിട്ട് ഇതുപോലെ സെന്റർ പിടിച്ചിട്ട് 2 സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് മടക്കി പിടിച്ചിട്ട് ഇതായി കാണിക്കുന്ന പോലെയൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഫ്ലവർ ആയി കിട്ടും. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 4 സർക്കിളും ഇതുപോലെ ഫ്ലവർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചെറിയ ലീഫ് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ലീഫിന്റെ ആകൃതിയിൽ വരച്ചു കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നീളത്തിൽ ഇത്ര ചെറുതായിട്ട് 2 സ്ട്രിപ്പും കട്ട് ചെയ്തെടുക്കണം, തണ്ടാക്കാനുള്ളതാണത്. ഇനി നമുക്ക് ഓരോ ഫ്ലവറുകൾ ഇതുപോലെ എടുത്തിട്ട് തേപ്പ് പെട്ടി ചൂടാക്കി ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് ഈ രീതിയിലായി കിട്ടും. അതിന്റെ സെന്ററിൽ പതുക്കെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ ആ ലീഫുകൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഉരുണ്ട ഷേപ്പിൽ കിട്ടും. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കൈ പൊള്ളാണ്ട് സൂക്ഷിക്കണം. വല്ല കത്രികയോ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് സേഫ്റ്റി ആയിട്ട് പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കൈ കൊണ്ടൊന്നും ചെയ്തേക്കരുത്. അപ്പൊ പിന്നെ ഒട്ടിച്ചെടുക്കല്ലേ. ആദ്യം നമുക്ക് തണ്ടുകൾ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓരോ ലീഫുകളായിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഫ്ലവറുകൾ ഓരോ സ്ഥാനത്ത് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കി സ്ഥലത്ത് നമുക്ക് ഇനി ലീഫുകൾ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടല്ല, പക്ഷെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ബോട്ടിൽ ആർട്ട് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് ബോട്ടിൽ ആർട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കട്ടോ. എന്തായാലും എൻ്റെ കയ്യിൽ പല ടൈപ്പിലുള്ള ബോട്ടിലുകളുണ്ട്. ഞാനതൊക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. അതുണ്ടെങ്കിൽ എനിക്ക് ഉഷാറായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ ലീഫുകളൊക്കെ ഒട്ടിച്ച് കഴിയാറായി. അപ്പോഴേ ഈ ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചോട്ടോ. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മുടെ ഫ്ലവറിന്റെ സെന്ററിലായിട്ട് സെമി ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. മുത്തായാലും മതി, കുഴപ്പമൊന്നുമില്ല, ഒട്ടിയിരുന്നോളും. പിന്നെ വൈറ്റ് കളറാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ടിലിന്റെ ഫ്രണ്ട് വശത്തെ വർക്ക് കഴിഞ്ഞു. ഇനി സൈഡുകളിൽ ചെയ്യാം. ആദ്യം ഞാൻ ഡാർക്ക് കളർ ബ്ലൂ ആട്ടോ എടുക്കുന്നത്. ഈ ഒരു ബോട്ടിലിന്റെ ടെക്സ്ചർ കണ്ടോ, ഒരു കള്ളി പോലത്തെ ഒരു ഡിസൈനാണ് ഇതിനുള്ളത്. അപ്പോൾ അതിൽ അവിടെ ഇവിടെ ആയിട്ട് ആ ഡാർക്ക് ബ്ലൂ കളർ കൊടുത്തു. അതിനുശേഷം ഒരു ലൈറ്റ് കളർ, അത് തീരെ ലൈറ്റ് അല്ല, ഒരു മീഡിയം ബ്ലൂ അത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ബോട്ടിലിന്റെ ഫ്രണ്ടിൽ കൊടുത്തില്ലേ ഒരു ലൈറ്റ് കളർ ബ്ലൂ, ആ കളറാണ് കേട്ടോ കൊടുക്കുന്നത്. എല്ലാം ആ ഗ്യാപ്പ് നോക്കിയിട്ട് കൊടുക്കാം. പിന്നെ ആ ബോട്ടിലിന്റെ ബാക്കിൽ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്, അവിടെയും ഈ ലൈറ്റ് കളർ ബ്ലൂ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കളറുകൾ ആവാത്ത വല്ല പോർഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏത് കളറാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇടയിൽ വൈറ്റ് കുറവുള്ള ഭാഗത്ത് വൈറ്റ് കളറും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുപ്പിയുടെ മുകൾവശത്ത് ആ ലൈറ്റ് ബ്ലൂ കളർ കൂടിയും കൊടുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് കാണാനായിട്ട്? ഇഷ്ടപ്പെട്ടോ? ആ ബ്ലൂ കളറുകൾ, പല കളറുകൾ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയില്ലേ. ഈ മോഡല് ഒരു ടൈലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഏകദേശം ആ ഒരു ടൈലിൻ്റെ ഒരു മോഡൽ പിടിച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ലൈറ്റ് ബ്ലൂ കളറും സിൽവറും കൂടി ഒരു കോമ്പിനേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.